വെറുതെ എഴുതിയിൽ എണ്ണ അടിക്കല്ലേ. മിഠായി ഇവിടെ ഇരുന്നാലല്ലേ നിങ്ങൾ കഴിക്കത്തുള്ളൂ. കേശുടെ കൊണ്ടുവന്നപ്പോ ഞാൻ ആദ്യമേ മാറ്റി വെച്ചതാ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാ. ഞാനും പ്രാർത്ഥിച്ചു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പുമുളകും പുതിയ പ്രൊമോയിൽ നമ്മുടെ കേശുവളിയൻ കുറെ നാളുകൾക്ക് ശേഷം തിരികെ നമ്മുടെ പാറമട വീട്ടിൽ എത്തുകയാണ്. നമ്മുടെ കുട്ടീസിനൊക്കെ കുറെ മിഠായി ആയിട്ടാട്ടോ നമ്മുടെ കേശുവളിയന്റെ വരവ്. അപ്പൊ നമ്മുടെ പാറക്കുട്ടിയും കല്ലുമോളും ആണെങ്കിൽ ഈ മിഠായിയുടെ കാര്യത്തിൽ തല്ലുപിടുത്തം തുടങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ലച്ചുവും ഗൗരിയമ്മയ്ക്ക് ഇത് എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ലേ. ലാസ്റ്റ് നമ്മുടെ സിദ്ധിപൊളിയൻ ഭയങ്കര കടുപ്പത്തിൽ തന്നെ ഇടപെടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, മിഠായിയൊക്കെ വാരി തൂത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മിഠായി എവിടെ ഇരുന്നാലല്ലേ പ്രശ്നമുള്ളൂ, ഇതും ഫുള്ള് ഞാൻ തിന്നാൻ പോവാ എന്നും പറഞ്ഞ് നമ്മുടെ സിദ്ധിപൊളിയൻ അത് മൊത്തത്തിൽ തൂത്ത് പറക്കി കൊണ്ടുപോകുവാണേ. പിന്നീട് നമ്മുടെ പാറക്കുട്ടി ഉണ്ടല്ലോ, നൈസായിട്ട് കല്ലുമോളെ വിളിച്ച് പുറത്തോട്ട് ഇറക്കിയിട്ട് കുറച്ച് 2-3 മിഠായി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതേ കേശുചേട്ടൻ തന്നപ്പോ തന്നെ ഞാൻ 2-3 മാറ്റി വെച്ചതാ, ഇത് കല്ലു എടുത്തോ എന്നും പറഞ്ഞ് കൊടുക്കുക. അപ്പൊ ഈ കാഴ്ച നമ്മുടെ ആരാണ് ഗൗരിയമ്മായി കാണുന്നുണ്ടേ. അപ്പൊ ഗൗരിയമ്മായി വന്ന് നമ്മുടെ സിദ്ധുവളിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ സിദ്ധുവളിൻ ആ മിഠായും കൂടി വലിച്ചു പറിച്ച് മേടിച്ചെടുത്തിട്ട് എല്ലാ മിഠായും കൂടി ഇരിപ്പിനങ്ങോട്ട് തിന്നുവാട്ടോ. തിന്നു തീർത്തു, എല്ലാം തീർത്തുവേ. ലാസ്റ്റ് നമ്മുടെ സിദ്ധുവളിന് ഭയങ്കരമായിട്ടുള്ള വയറുവേന. അപ്പൊ നമ്മുടെ കല്ലുമോള് പറയുന്നുണ്ടേ നമ്മുടെ പാറുവിനോട്, അതെ മിഠായി തിന്നത് കൊണ്ടൊന്നും അല്ല അച്ഛന് വയറുവേന, ഞാൻ പ്രാർത്ഥിച്ചു അച്ഛന് വയറുവേന എടുക്കാൻ എന്ന് പറയുക. അപ്പൊ നമ്മുടെ പാറുക്കുട്ടി പറയുന്നുണ്ട്, കല്ലൂസേ ഞാനും പ്രാർത്ഥിച്ചു എന്ന് പറയുക. ലാസ്റ്റ് ഇവർക്ക് നമ്മുടെ സിദ്ധു ഇങ്ങനെ ഭയങ്കരമായിട്ട് വയറുവേന എടുത്ത് ഇങ്ങനെ പൊളയുന്നത് കാണുമ്പോൾ രണ്ടുപേർക്കും സങ്കടമാകുക കേട്ടോ. അപ്പൊ ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത് അല്ലേ, കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.